സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇസ്രായേൽ പാലസ്തീനി യുദ്ധം എന്ന് അവസാനിക്കും? എല്ലാവരുടെയും ചോദ്യം. പ്രത്യാശയുടെ ഉത്തരം പ്രതീക്ഷിച്ചുള്ള ചോദ്യം. ഇപ്പോഴത്തെ ഇസ്രായേലി മുന്നേറ്റവുമായി ഇതിനു ബന്ധമില്ല. വാക്കുകൾ മിനുക്കാത്ത ഒരാൾ സാം ഷമോൻ പറയുന്നത് യുദ്ധാന്ത്യത്തെക്കുറിച്ചല്ല. എന്തുകൊണ്ട് ഇസ്രായേലി പാലസ്തീനി യുദ്ധത്തിന് അന്ത്യമില്ല എന്നാണ്. നടുക്കുന്ന വാക്കുകളായി ഇവ വന്നു തറച്ചേക്കാം. സാം ഷമോൻ അടുത്ത കാലത്ത് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച പ്രമുഖ ക്രൈസ്തവ അപ്പോളജിസ്റ്റ് ആണ്. ഇറാഖിലെ അസീറിയൻ മാതാപിതാക്കളുടെ മകനായി കുവൈറ്റിൽ ജനിച്ച് ബാല്യത്തിൽ തന്നെ ഷിക്കാഗോയിലേക്ക് ജീവിതം മാറ്റപ്പെട്ടയാൾ. അദ്ദേഹം പറയുന്നത് ആരെയും നടുക്കാനല്ല. ഇപ്പോൾ കാണുന്ന തോൽവിയും ജയവും ആരുടെ ഏത് വഴിക്ക് എന്നുമല്ല. ഏത് സാഹചര്യത്തിലാണ് ഇസ്രായേലി ഹമാസ് യുദ്ധാവസ്ഥയ്ക്ക് യഥാർത്ഥ അന്ത്യം പ്രതീക്ഷിക്കാനാകുക എന്ന സൂചന മാത്രം. അറബ് മുസ്ലിം രാജ്യങ്ങൾ തുടങ്ങിവെച്ച് ഹമാസും കൂട്ടരും തുടർന്നു കൊണ്ടുപോകുന്ന യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം പാലസ്തീനികളുടെ ജീവിതാവകാശം എന്ന ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ ലോകാധിപത്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഗ്രന്ഥവാദികളുടെ ഒരുക്കങ്ങളുടെ ഭാഗം മാത്രമാണ് ഇസ്രായേലിനോടുള്ള പോര്. വിദ്വേഷമില്ലാതെ ഇതും കൂടി അദ്ദേഹം പറയുന്നു. അത് ഇസ്ലാമികവാദികളുടെ തലച്ചോറിൽ DNA വരെ സ്ഥാനം പിടിച്ചുപോയ തനത് ലോകവീക്ഷണത്തിന്റെയും മനോഭാവത്തിന്റെയും ഫലമാണ്. അവ പാലസ്തീൻവാദികളുടെ തലയിലുള്ള കാലത്തോളം ഇസ്രായേൽ ഒത്തുതീർപ്പിന് തയ്യാറായാലും ഇരുരാഷ്ട്ര ഫോർമുല അംഗീകരിച്ചാലും വൈര്യം തീരുകയില്ല. അതെന്തുകൊണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ അവരിൽ ഉറച്ചുപോയ ആ പാഠങ്ങളും ധാരണകളും എന്തൊക്കെയെന്ന് ഒന്നൊന്നായി അറിയണം. സാം ഷമോൻ അവരോടായി അതേക്കുറിച്ച് പറയുന്നു. മുസ്ലിങ്ങളായിരിക്കെ നിങ്ങൾ അറിയുന്നില്ല, മുഹമ്മദ് വഴി നിങ്ങൾ പ്രത്യേകമായൊരു ലോകവീക്ഷണം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പഠിപ്പിക്കപ്പെട്ട ചിലത് ഇവയാണ്. മുഹമ്മദ് പ്രവാചകനും അല്ലാഹുവിന്റെ മഹോന്നത സൃഷ്ടിയുമാണെന്നും മുഹമ്മദ് പറയുന്നതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള സത്യവചനമാണെന്നും യൂതന്മാർ ദുഷ്ടന്മാരാണെന്ന് അവരും ക്രൈസ്തവരും മുഹമ്മദിനെ വിശ്വസിക്കാത്തത് കൊണ്ട് ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികൾ, യുദ്ധം ചെയ്ത് യഹൂദരെ ഇല്ലാതാക്കുന്നത് വരെ അന്ത്യം സമാഗതമാകുകയില്ല എന്ന് ഇത്രയും കൊണ്ട് പറഞ്ഞു വെച്ചത് യഹൂദരും ക്രൈസ്തവരും ഇസ്ലാമിനെ കീഴ്പ്പെടേണ്ടവർ എന്ന ധാരണയാണ്. ആധികാരിക ഇസ്ലാമിക ഉറവിടങ്ങളിൽ നിന്ന് ഏത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവർക്കും ലഭിച്ചിട്ടുള്ള മറ്റു പാഠങ്ങൾ കൂടി സാം ഷമോൻ പറയുന്നു. ലോകം മുഴുവൻ അല്ലാഹുവിന്റെയും ദൂതന്റെയും സ്വന്തമെന്ന്, എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നെന്ന്, അഹമ്മദും ഇസ്ലാമും ഉണ്ടാകുന്നതിന് മുമ്പേയുള്ള ലോകവും പ്രവാചകരും ഇസ്ലാമിൻ്റെതായിരുന്നു എന്ന് ചുരുക്കം. ദാവീദ് എന്ന ദാവൂദ് മുസ്ലിം ആയിരുന്നു. സോളമൻ എന്ന സുലൈമാനും മുസ്ലിം. അവരുടെ മതം ഇസ്ലാം ആയിരുന്നു. ജെറുസലേം എന്ന ഖുദ്സ് മുസ്ലിങ്ങളുടെ നാടാണ്. ദേവാലയ മല മുസ്ലിങ്ങളുടേതാണ്. സോളമൻ ആദ്യം നിർമ്മിച്ചതും റോമാക്കാർ തകർത്തതുമായ യഹൂദ ദേവാലയങ്ങളുടെ സ്ഥാനവും ഇസ്ലാമിൻ്റെതാണ്. അൽ അക്സ മോസ്കും ഡോം ഓഫ് ദി റോക്കും ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടുത്തെ പൂർവികരായ ദാവീദും സോളമനും ഒക്കെ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർക്ക് ദൈവാലയ മല തങ്ങളുടേതെന്ന് പറയാൻ എന്തു തടസ്സം? മുഹമ്മദിന് മുമ്പ്, ഖുർആന് മുമ്പ് ലോകത്തിനും ഇസ്രായേലിനും വ്യത്യസ്തമായൊരു ചരിത്രവും വ്യത്യസ്തരായ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ലിഖിത ചരിത്രം മാത്രമല്ല, ഹമാസിന്റെ ടണലുകൾ പോലെ ഇസ്രായേലിൽ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പഴക്കമുള്ള തുരങ്കങ്ങളും ഭൂഗർഭത്തിൽ
പാതകളും ഒളികേന്ദ്രങ്ങളും പരിവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രയേലി അധിവാസത്തിന്റെ ഈ തെളിവുകളൊന്നും അവർ അംഗീകരിക്കുന്നില്ല. കാരണം 1400 വർഷം മുമ്പുണ്ടായ ഒന്നിൻ്റെതാണ് ലോകോൽപത്തി മുതലുള്ള സർവരും സർവതും എന്ന പാഠത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെ വിശ്വാസം. ഗ്രന്ഥങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് അതികൗശലവാദം കൊണ്ട് ഇസ്ലാമികരിൽ ഈ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടു. തിരുത്താത്തത് എന്തെന്ന് പറയാനോ കാണിക്കാനോ ഒരു തെളിവുമില്ലാതിരുന്നിട്ടും അങ്ങനെ ഒറ്റവാദം കൊണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകരെയും ലോകത്തെയും ഇസ്ലാമികമാക്കി. പക്ഷേ ആ ഇസ്ലാമികതയിൽ യഹൂദരെ പെടുത്തിയില്ല. കാരണം അവരും ക്രൈസ്തവരും മുഹമ്മദിനെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദാവീദും സോളമനും അടക്കമുള്ള പഴയ മുസ്ലിങ്ങളുടെ വകകളിൽ യഹൂദർക്ക് അവകാശമില്ല. അതവർക്ക് ദൈവം നൽകിയതല്ല. ഇസ്രയേൽ ഭൂമിയും അങ്ങനെ തന്നെയാണെന്ന്. അത് അല്ലാഹുവിനെ അനുസരിച്ച ദാസർക്കുള്ളതാണ്. ആരാണ് അല്ലാഹുവിനെ അനുസരിച്ച യഥാർത്ഥ ദാസന്മാരെന്ന് ചോദിച്ചാൽ മുഴുവനും മുസ്ലിങ്ങൾ. എത്ര സഹസ്രാബ്ദം മുമ്പുള്ളവരായാലും ഇപ്പോഴാകട്ടെ പാലസ്തീനികൾ. ഇസ്ലാമികരെ ഇതെല്ലാം വിശ്വസിപ്പിക്കാൻ പാകത്തിൽ ഗ്രന്ഥം തിരുത്തൽ വാദം ഉപകരണമാക്കിയ കൗശലം ചെറുതല്ല. ഇസ്രയേൽ നാട് ദൈവം ഞങ്ങൾക്ക് തന്നതാണ് എന്ന് യഹൂദർ പറയുമ്പോൾ ഇസ്ലാമികർ അതിനെ പരിഹസിച്ച് തള്ളുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഇത്ര റാഡിക്കലായ ധാരണകൾ ഉള്ളവർ യഹൂദരെ അധിനിവേശക്കാരും അക്രമികളും എന്ന് വിളിക്കുന്നവർ ഇസ്രയേൽ എന്നൊരു യഹൂദ രാജ്യത്തെ, യഹൂദ മണ്ണിനെ അംഗീകരിക്കുന്നത് എങ്ങനെ? ഇത് പറയുന്നവരുടെ മാനസിക ഭാവം അവർ തന്നെ സൃഷ്ടിച്ചതല്ല. മുഹമ്മദ് പറഞ്ഞു ഇസ്ലാം ആധിപത്യം സ്ഥാപിക്കുമെന്ന്, സർവമതങ്ങളെയും കീഴടക്കുമെന്ന്. ഈ വാക്കുകൾ പ്രവചനമായിട്ടോ കൽപ്പനയായിട്ടോ സ്വീകരിക്കുന്ന ഇസ്ലാമികവാദികൾക്ക് യഹൂദരോ ക്രൈസ്തവരോ നാടും ഭൂമിയും സ്വന്തമാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്നതിന് പിന്നിലും ഇക്കൂട്ടരുടെ തലച്ചോറിൽ ഉറച്ചുപോയ പാഠങ്ങൾ. ദിവ്യബലി നടക്കുമ്പോൾ പള്ളിയിൽ കടന്നു കയറി പായ വിരിച്ച് നിസ്കരിക്കാൻ മടിക്കാത്തവരുടെ തലയിലെ പ്രോഗ്രാമും അതുതന്നെ. ഹമാസിനെയും കൂട്ടരെയും പ്രവർത്തിപ്പിക്കുന്നത് ഇതേ ധാരണ തന്നെ. അവർക്ക് ഇസ്രയേലിന്റെ ഭൂമി അല്ലാഹുവിന്റെ മണ്ണാണ്. ഇസ്രയേൽ ജനതയുടെ പൂർവികതയെ മുസ്ലിം എന്ന് വിളിച്ച് ഇസ്ലാം അവകാശം പറയുന്നു. ഇസ്രയേൽക്കാർ അധിനിവേശക്കാരും കയ്യേറ്റക്കാരുമാകുമ്പോൾ അവരെ പുറത്താക്കാൻ യുദ്ധം വേണമല്ലോ. ആ യുദ്ധത്തിന്റെ തത്വം ഇസ്ലാമികർ തന്നെ ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നതിലേറെ ഞങ്ങൾ മരണത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ മരണത്തെ സ്നേഹിക്കുന്നവരാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. അവർക്ക് യുദ്ധം ജിഹാദാണ്. യുദ്ധത്തിൽ മരിക്കുന്നത് സ്വർഗദായകം. ശിശുക്കളായാലും കൊല്ലപ്പെടുന്നവർ രക്തസാക്ഷികൾ. കുട്ടികളെ മുൻനിർത്തി മരണത്തിലേക്ക് തള്ളുമ്പോൾ ഹമാസിന് ഇരട്ട വിജയം. ഒരു വശത്ത് രക്തസാക്ഷികൾ, മറുവശത്ത് ഇസ്രയേലിനെ ചോരക്കൊതിയന്മാരും വംശഘാതകരുമെന്ന് ചിത്രീകരിക്കാനുള്ള ആയുധം. യുദ്ധത്തിൽ മരിച്ചാലും കൊന്നാലും തങ്ങൾക്ക് സ്വർഗം എന്ന വിശ്വാസം. മൂന്നാം ലോക യുദ്ധം തന്നെ ഉണ്ടാക്കാനും ഉണ്ടായാലും അറപ്പില്ലാത്തവർ. ഇവർക്ക് എങ്ങനെ ഇസ്രയേലുമായി ഒത്തുതീർപ്പ് സാധ്യമാകും? റാഡിക്കൽ പാഠം ഉറച്ചവർക്കത് സാധ്യമല്ല. സുരക്ഷിത സ്ഥാനത്തിരുന്ന് ഇവരെ ചൂഷണം ചെയ്യുന്ന കുറെ നേതാക്കളാകട്ടെ സ്വന്തം ജീവിതത്തെ മാത്രം സ്നേഹിക്കുന്നു എന്ന് ലോകം കണ്ടു. പക്ഷേ സാം ഷമോൻ പറയുന്നു എല്ലാ മുസ്ലിങ്ങളും ഇതേ രീതിയിൽ റാഡിക്കൽ പാഠവും ചോരക്കളിയും ഭീകരതയും ഇഷ്ടപ്പെടുന്നില്ല. ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ അതിന് തെളിവാണല്ലോ. ഹമാസിനെ വെറുക്കുന്ന പാലസ്തീനുകൾ പോലുമുണ്ട്. പക്ഷേ തങ്ങളെ കൊല്ലുമെന്നത് കൊണ്ട് തുറന്നെതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെ
സാം ഷമോൺ മോഹത്താൽ ചോദിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ഉപദേശം ഏതെങ്കിലും വിധത്തിൽ നടപ്പാക്കി തിരിച്ചടിയുടെ ദുരിതത്തിൽ നിന്ന് ഇടക്കാലത്തേക്കെങ്കിലും അവരെ മോചിപ്പിച്ച് മറുപക്ഷത്തൊരു വലിയ നന്മ കാണാൻ അവർക്ക് അവസരം നൽകാനാകുമോ? സാം ഷമോൺ തന്നെ പറയുന്നു, ഇതൊരു മോഹം. ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്താലും ഹമാസ് വീണ്ടും തനി നിറം കാട്ടും. പക്ഷേ ഇസ്രായേൽ യുദ്ധവിജയം നേടിയാലും സമാധാനം ഉദ്ഭൂതമാകുമോ എന്ന ചോദ്യത്തിനും ഉറച്ച ഉത്തരമില്ല. റാഡിക്കൽ ആകാതെ പരമ്പരാഗതമായ സാധാരണ വിശ്വാസത്തിൽ കഴിയുന്ന നിരവധി മുസ്ലിങ്ങളും സമാധാനം കാക്ഷിക്കുന്നു. അങ്ങനെയൊരു യുദ്ധവിരാമം കാണാൻ യേശുനാഥന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവ് വരെ ലോകം കാത്തിരിക്കേണ്ടി വരുമോ? ഭാവി പറയട്ടെ ഉത്തരം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.